ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്, കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓൾറൈറ്റ്, നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്, കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്, കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്, കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, ക്യൂൻ ഓഫ് സോർട്സ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ്. തീർച്ചയായിട്ടും അവർ വളരെയധികം നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അവരിപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. യാതൊരു ആക്ഷൻ എടുക്കാത്ത രീതിയിൽ ഈ റിലേഷൻഷിപ്പ് ഒരു സ്റ്റക്ക് എനർജിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് കാണുന്നത്. അവരിപ്പോൾ ചിന്തിക്കുന്നത് അവർക്കും നിങ്ങൾക്കും ഇടയിൽ ഉണ്ടായിരിക്കുന്ന ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ചാണ്. അവർക്ക് മുന്നോട്ടുള്ള പാത്ത് പോലും തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ ശക്തമായ രീതിയിലുള്ള എതിർപ്പുകളാണ് ഈ റിലേഷൻഷിപ്പിൽ ആ വ്യക്തി നേരിടുന്നത്. അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെയാണ് അവരിപ്പോൾ ഒരു സെപ്പറേഷനിൽ പോയിട്ടുള്ളത്. പക്ഷെ ആ വ്യക്തി മനഃപൂർവ്വമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട്, ഒരു നെഗറ്റിവിറ്റി ഇവിടെ ലഭിക്കുന്നുണ്ട്. അത് ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം, ചില വ്യക്തികളായിരിക്കാം, ചില സാഹചര്യങ്ങളായിരിക്കാം. എന്ത് തന്നെയായിരുന്നാലും അവർക്ക് ഇപ്പോൾ ഒരു റിഗ്രറ്റ് ഉണ്ടാവുന്നുണ്ട്. അവർ നിങ്ങളിൽ നിന്നും അത് മറച്ചു വെച്ചത് തെറ്റായി പോയി എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർ ഒരു ശക്തമായ മാറ്റം തന്നെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണം. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് തന്നെ മൂവ് ഓൺ ചെയ്യണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളും അവരും ഒരുമിച്ചുണ്ടായിരുന്ന ദിവസങ്ങൾ അവർക്ക് അത്രയും മിസ് ചെയ്യുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു ഇത്. നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ എന്നുള്ളത് നിങ്ങൾ ഒരുപാട് തവണ നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്രയും ഒരു സ്ട്രഗിൾ ഉണ്ടായിട്ട് പോലും, ഈ വ്യക്തിയിൽ നിന്നും ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാനോ ഉപേക്ഷിക്കാനോ പോലും കഴിയുന്നുണ്ടാവില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളെ തിരിച്ചു കിട്ടാനായിട്ട് എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം. അതിന് വേണ്ടിയിട്ട് അവർ മറ്റൊന്നിനു വേണ്ടിയിട്ടുമല്ല നിങ്ങളെ സ്നേഹിക്കുന്നത്, അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവണമെന്ന് അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. മേ ബി കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ അവർക്ക് നിങ്ങളെ അത്രയും അവർ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവർക്കൊരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് അവർ കണ്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളുമായിട്ട് സെപ്പറേഷനിലായ സമയം മുതൽ അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിൽ അത്രയും സപ്പോർട്ടായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ അവരോടൊപ്പം നിന്നിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല. അവർക്കും നിങ്ങൾക്കും ഇടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഒരു ഫയർ എനർജിയിലാണ് ആ വ്യക്തി ഉള്ളത്. അതായത് സ്ട്രോങ് ആയിട്ടുള്ള എന്തോ ചില ഡിസിഷൻസ് ആ വ്യക്തി എടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇതായിട്ട് അവരുടെ മനസ്സിൽ ഒരേ കാര്യം തന്നെയാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒന്നിച്ചുണ്ടായിരുന്ന ചില നിമിഷങ്ങൾ, അവർക്ക് മറക്കാൻ പോലും കഴിയാത്ത ചില നിമിഷങ്ങൾ അവർ ഓർത്തെടുക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, ക്ലാരിഫിക്കേഷൻ ഫോർ ദിസ് സ്പ്രെഡ്, clarification for this reading.
ഓക്കെ, എന്ത് ക്ലാരിഫിക്കേഷനാണ് നമുക്കിവിടെ ലഭിക്കുന്നത്? ഓക്കെ, തീർച്ചയായിട്ടും അവർക്കിപ്പോൾ നിങ്ങളില്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷനിൽ അവരുടെ ജീവിതം അത്രയും ബേർഡായിട്ട് അല്ലെങ്കിൽ അത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ അവർ കടന്നു പോയിട്ടില്ല എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെ അത്രത്തോളം മിസ് ചെയ്യാണ്. ഒരു അമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ മിസ്സാവുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം വേദനാജനകമായിരിക്കും. ആ ഒരു പെയിൻ തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നത്. യെസ്, അവരായിട്ട് തന്നെയാണ് നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെടുത്തിയതെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റിഗ്രറ്റ് ആ വ്യക്തിയിലുണ്ട്. ഇപ്പോൾ ആ ഒരു ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ് ലൈഫിൽ റീക്രിയേറ്റ് ചെയ്യണമെന്നാണ് ഏറ്റവും കൂടുതൽ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അവർ ചെയ്ത ചില തെറ്റുകൾക്ക് നിങ്ങളോട് ഓപ്പണായിട്ട് തന്നെ ക്ഷമ ചോദിക്കാൻ ആ വ്യക്തി ഇപ്പോൾ തയ്യാറാവുന്നുണ്ട്. നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ എന്നും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുന്ന ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കുവാം. ഗൈഡൻസ് മെസ്സേജ് ഫോർ യുവർ കറന്റ് സിറ്റുവേഷൻ. യെസ്, തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്ലീപ്ലെസ് ആയിട്ടുള്ള ഒരുപാട് രാത്രികൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഉറക്കം പോലും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ അത്രയും ഇമോഷണലായിട്ട് ഡൗൺ ആയി പോകുന്ന സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ഒരു കാരണമില്ലാത്ത ഭയമാണ് പല കാര്യങ്ങളിലും. ചില നെഗറ്റിവിറ്റീസ് ആണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ ചിന്തകൾ മുഴുവൻ നെഗറ്റീവായിട്ട് പോകുന്നുണ്ട്. ഈ വ്യക്തിയുമായിട്ടുള്ള സെപ്പറേഷൻ ടൈം നിങ്ങളെ അത്രത്തോളം ഇമോഷണലി ഡൗൺ ആക്കുകയും ഡിപ്രസ്ഡ് ആക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത് ഈ വ്യക്തി നിങ്ങളെ വിട്ടു പോയതാണോ, ഈ വ്യക്തി മറ്റൊരു റിലേഷൻഷിപ്പിൽ മാറിപ്പോയതാണോ, ഒരിക്കലും ഇനി തിരിച്ചു വരില്ലേ, ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ ലൈഫ് തന്നെ അത്രയും വേസ്റ്റ് ആയിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്തകളെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് യൂണിവേഴ്സ് ഇവിടെ നൽകുന്നത്. നിങ്ങളുടെ സാഹചര്യവും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മേ ബി ഇത് നിങ്ങളുടെ പേഴ്സണൽ ഒരു സിറ്റുവേഷനും ആയിരിക്കാം. പക്ഷേ എന്ത് തന്നെയായിരുന്നാലും യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് തരുന്നത് നിങ്ങളുടെ ഹെൽത്ത് ഒന്ന് കെയർ ചെയ്യുക, നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക, സെൽഫ് ലവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്താണോ നിങ്ങളെ വിഷമിപ്പിക്കുന്നത് ആ സങ്കടങ്ങളെല്ലാം നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുക. ഐ എം സറണ്ടറിങ് ഓൾ മൈ വറീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദ ഡിവൈൻ എന്നുള്ളൊരു അഫർമേഷൻ പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കടന്നു പോകുന്ന വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അഫർമേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അക്സെപ്റ്റൻസ്. ഐ അക്സെപ്റ്റ് യു വിത്ത് ഓൾ യുവർ ഫ്ലോസ്, യു ആർ മൈ വേൾഡ്. നിങ്ങളെല്ലാ രീതിയിലും അക്സെപ്റ്റ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളാണ് അവരുടെ ലോകം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഗിവ് മീ വൺ ലാസ്റ്റ് ചാൻസ്, ഐ വോണ്ട് ടു സോർട്ട് ഇറ്റ് ഔട്ട്. ഓക്കെ, നിങ്ങൾ അവർക്കൊരു ലാസ്റ്റായിട്ടൊരു ചാൻസ്, ഒരു അവസരം കൂടി അവർ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ തെറ്റുകളെല്ലാം തിരുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഐ എം ഡ്രീമിങ് അബൌട്ട് യു റൈറ്റ് നൗ, ഫീലിംഗ് സോ ക്ലോസ്. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് അവർ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം അരികിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ സാന്നിധ്യം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഐ എം ഇൻ ഡെലമ വെദർ ഇറ്റ്സ് യെസ് ഓർ നോ. ഓക്കെ, അവരൊരു കൺഫ്യൂഷനിലാണ്. നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ, അതൊരു യെസ് ആണോ നോ ആണോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഡിഫിക്കൽട്ട് ടു കോപ്പ് അപ്പ് വിത്ത് യുവർ ആറ്റിറ്റ്യൂഡ് നൗ. ഓക്കെ, നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ ആയിരിക്കാം. നിങ്ങളായിട്ട് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവാം. അത് ഈ വ്യക്തിയെ തീർച്ചയായിട്ടും ഒരുപാട് ആഴത്തിൽ വേദനിപ്പിക്കുന്നു. ഐ ലവ് യുവർ വോയിസ്, ഐ ക്യാൻ ടോക്ക് വിത്ത് യു ഡേ ആൻഡ് നൈറ്റ്. നിങ്ങളുടെ വോയിസ് കേട്ടിരിക്കാൻ അവരിപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട്, ഡേ ആൻഡ് നൈറ്റ് സംസാരിക്കാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, യെസ് ഐ ആം സെൽഫിഷ്, ഐ കാൺ ടോളറേറ്റ് യുവർ ആബ്സെൻസ്. നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് പോസസീവായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് കാണുന്നുണ്ട്. അവർ സെൽഫിഷാണ് ചില കാര്യങ്ങളിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ. നിങ്ങളുടെ ഈ ആബ്സെൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സൈലൻസ് എന്ന് പറയുന്നത് അവരെ അത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട്. അവർക്കത് സഹിക്കാനാവുന്നില്ല എന്നാണ്. വിതൗട്ട് യു ഐ ആം നോട്ട് ഫൈൻ, ഐ നീഡ് യു. നിങ്ങളില്ലാതെ അവരൊരിക്കലും ഓക്കെ അല്ല, നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാവണം എപ്പോഴും എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ദർ ഈസ് സംതിങ് ദാറ്റ് കണക്ട് ആസ് ഓൾ ദി ടൈം. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു വൈബ്രേഷൻ ഉണ്ട്. എപ്പോഴും അവർക്ക് ആ ഒരു വൈബ്രേഷൻ നിങ്ങളുടെ ആബ്സെൻസിൽ പോലും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തോ ഒരു കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. സോൾ കണക്ഷൻ, യെസ്, നോ എക്സ്പെക്റ്റേഷൻസ്, പ്യുവർലി ലവ്സ് യു. നിങ്ങളുമായിട്ടുള്ള ആ സോൾ കണക്ഷൻ തന്നെയാണ്. ഓക്കെ, ഈ രണ്ട് കാർഡ്സും
സെയിം കാര്യങ്ങൾ തന്നെയാണ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. ആ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജ് തന്നെയാണ് സോൾ മെസ്സേജ് ആയിട്ട് നമുക്കിവിടെ പറയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ സെപ്പറേഷനിലാണെങ്കിലും നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് മനസ്സിൽ എപ്പോഴും ഓർക്കാറുണ്ട്. ആ വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. ആ വ്യക്തിയുടെ പ്രസൻസ് എപ്പോഴും നിങ്ങളുടെ അരികിലുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡ്രീംസിൽ ആ വ്യക്തിയെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ ഒരു അനുഭവങ്ങളെല്ലാം ഈ വ്യക്തിക്കും ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സോൾ കണക്ഷൻ ആണ് ഇത് എന്നിവിടെ ഈ വ്യക്തിയും മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ്. ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ്. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക. ടോക്ക്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ലെറ്റർ എൻ, ലെറ്റർ എസ്, ലെറ്റർ ഐ, letter V, letter U, letter S, letter K, letter T, letter J, L, letter N, letter G. ലെറ്റേഴ്സിനെല്ലാം ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ഷൻ ഉണ്ടാവാം. നമ്പർ 22, നമ്പർ 13, 32, 4, 9, number 2, number 7, 72, 68, number 30, number 20, number 4, 41, 33, 37, 16, 28, 35, 47. ഈ നമ്പേഴ്സിനെല്ലാം ഈ റിലേഷൻഷിപ്പായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഗ്രീൻ കളർ, ബ്ലൂ കളർ. ബ്ലൂ കളറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് കാണുന്നത്. ഗ്രേ കളർ, ഗോൾഡൻ കളർ, പിങ്ക് കളർ, റെഡ് കളർ, പർപ്പിൾ ആൻഡ് ഓൾസോ ബ്ലാക്ക് കളർ. ഓക്കെ, സെപ്റ്റംബർ മന്ത്, October, okay, January, April month and March and December month. ഈ മാസങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട്. Sagittarius, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Aries, Leo എന്നീ സോഡിയക് സൈനിലുള്ള വ്യക്തികളുണ്ട്. വ്യക്തി ഒരു ടീച്ചർ ആയിരിക്കാം, ടെക്നീഷ്യൻ ആയിരിക്കാം, റൈറ്റർ ആയിരിക്കാം, മ്യൂസീഷ്യൻ ആയിരിക്കാം, ഫിലിം ഫീൽഡിൽ ജോബുള്ള വ്യക്തികളുണ്ട്, ആർട്ടിസ്റ്റ് ആയിരിക്കാം, ടൈലർ ആയിരിക്കാം, ബ്യൂട്ടീഷ്യൻ ആയിരിക്കാം, മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ളവരുണ്ട്, ഗവൺമെൻറ് ജോബിലുള്ളവരുണ്ട്, ലോയർ ആയിരിക്കാം. പെട്ടെന്ന് സെൻസിറ്റീവായി പോകുന്നൊരു വ്യക്തിയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സങ്കടം വരുന്നത് വ്യക്തിയായിരിക്കാം. മറ്റുള്ളവരുടെ വിഷമത്തിൽ വേഗം സങ്കടപ്പെടുന്നൊരു വ്യക്തിയായിരിക്കാം. ചാരിറ്റി ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. സോഷ്യൽ വർക്കർ ആയിരിക്കാം. ടോക്കറ്റീവായിട്ടുള്ളൊരു പേഴ്സണാണ്. ഫിസിക്കൽ അപ്പിയറൻസിൽ ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷൻ ഉള്ള വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ വോയിസിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം. ഹെയറിൽ പ്രത്യേകത ഉള്ളവരായിരിക്കാം. അതുപോലെ കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തിയുമായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.